ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുപ്രീം കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുപ്രീം കോടതിയിലെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുപ്രീം കോടതിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കോർട്ട് മാസ്റ്റർ, സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. കോർട്ട് മാസ്റ്റർ 31 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 67,700 രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ്. സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് 33 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 47,600 രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ്. പേഴ്സണൽ അസിസ്റ്റന്റ് 43 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് 44,900 രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ കോർട്ട് മാസ്റ്റർ, ഡിഗ്രി ഇൻ ലോയും പ്രൊവിഷൻസി ഇൻ ഷോർട്ട് ഹാൻഡ് വിത്ത് എ സ്പീഡ് ഓഫ് 120 വേർഡ്സ് പെർ മിനിറ്റും നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ വിത്ത് എ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 40 വേർഡ്സ് പെർ മിനിറ്റ് യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഡിഗ്രി യോഗ്യതയുള്ളവർക്കും പ്രൊവിഷൻസി ഇൻ ഷോർട്ട് ഹാൻഡ് വിത്ത് എ സ്പീഡ് ഓഫ് 110 വേർഡ്സ് പെർ മിനിറ്റും നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ വിത്ത് എ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 40 വേർഡ്സ് പെർ മിനിറ്റ് എന്ന യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പേഴ്സണൽ അസിസ്റ്റന്റ് ഡിഗ്രി യോഗ്യതയും പ്രൊവിഷൻസി ഇൻ ഷോർട്ട് ഹാൻഡ് വിത്ത് എ സ്പീഡ് ഓഫ് 100 വേർഡ്സ് പെർ മിനിറ്റും നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ വിത്ത് എ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 40 വേർഡ്സ് പെർ മിനിറ്റ് തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 30-നും 45-നും മധ്യേ പ്രായമുള്ളവർക്ക് കോർട്ട് മാസ്റ്റർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കും പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC, ST, OBC വിഭാഗക്കാർക്ക് ഏജ് കൺസിഡറേഷനും ഉണ്ടായിരിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റും റിട്ടേൺ എക്സാമും ഉണ്ടായിരിക്കും. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 1000 രൂപയും SC, ST, സർവീസ്മാൻ PH കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് അപേക്ഷാ ഫീ. അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ഡിസംബർ 25 ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.sci.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്